ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്നാണ് വിചാരിച്ചത്. അപ്പൊ എന്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പം കറണ്ടും ഇല്ലായിരുന്നു, പുറത്ത് വെട്ടവും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു വെട്ടമൊക്കെ വന്നിട്ട് എടുക്കാന്ന്. അപ്പൊ ഫസ്റ്റ് ഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പുറത്ത് കാറിന്റെ ഒക്കെ കീ അയക്കുന്നുണ്ട്. അമ്പലത്തിലെ പാട്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ. ഇവിടെ ചുറ്റുമാണെങ്കിൽ 2-3 അമ്പലങ്ങളുണ്ട്. അപ്പൊ രാവിലെ അതൊക്കെ കേൾക്കാം. അപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഫ്രഷ് അപ്പ് ഒക്കെ ആയിട്ട് കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് പിന്നെ കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ സ്ട്രെസ് എന്ന് പറയുന്ന സാധനത്തെ ഇങ്ങനെ തലയെ കൊണ്ട് വെച്ച് നടക്കുന്ന ഒരാളായിരുന്നു. ഭയങ്കര ടെൻഷൻ, എന്ത് കാര്യത്തിനും ടെൻഷൻ കയറിയിട്ട് ഇങ്ങനെ നമ്മൾ പാനിക് അറ്റാക്ക് എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഇങ്ങനെ ഒരുമാതിരിയൊക്കെ വരുന്ന അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ആളാട്ടോ. ഭയങ്കര ടെൻഷൻ, ചെറിയ കാര്യങ്ങൾ, അതായത് ഇപ്പൊ ആരെങ്കിലോട് നോ പറയാൻ പോലും എനിക്ക് ടെൻഷനാ, അങ്ങനെ ഒരാളായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ മാറ്റിയെടുത്ത സംഭവം എന്ന് വെച്ചാല് എന്നും മെഡിറ്റേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഭയങ്കര പ്രൊഫഷണലി ആരെങ്കിലും നോക്കി പഠിച്ചതൊന്നുമല്ല. എനിക്ക് ചെയ്തിട്ട് ഓക്കെ എന്ന് തോന്നിയ ഒരു മെഡിറ്റേഷൻ ടെക്നിക്കൊക്കെ വെച്ചിട്ടാണ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് വന്നിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. കുറച്ചു നേരം അതൊക്കെ നോക്കി കണ്ണിൽ ഇങ്ങനെ വെട്ടം കയറ്റും. ഫോൺ തോണ്ടുന്നതിന് മുന്നേ ഈ നമ്മുടെ ഡയറക്റ്റ് നാച്ചുറൽ സൺലൈറ്റ് ഉണ്ടല്ലോ, ആ വെട്ടം അത് ഞാൻ കണ്ണിലോട്ട് മാക്സിമം ഇങ്ങനെ കൊള്ളിക്കാനായിട്ട് നോക്കും. എന്നിട്ട് കുറച്ചു നേരം പുറമേയുള്ള നമ്മുടെ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാനിങ്ങനെ ഇരിക്കും. ഞാൻ കാണിച്ച വലിയ ഭംഗി വെച്ചാൽ കുറച്ച് മരവും അതും ഇതൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ആയിട്ട്. അപ്പൊ അതൊക്കെ നോക്കി കുറച്ചു നേരം ഇരിക്കുമ്പോഴത്തേക്ക് ആഹാ, എന്തോ ഒരു സന്തോഷം കിട്ടും. അതിനുശേഷം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചു നേരം കണ്ണൊക്കെ അടച്ചു വെച്ചിട്ട് ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യും. ബ്രീത്തിങ് എക്സസൈസ് എന്ന് വെച്ചാൽ അതും ഭയങ്കര സൂപ്പർ പ്രോ ഒന്നും അല്ല കേട്ടോ. ഞാൻ കുറച്ചു നേരം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യും. പിന്നെ അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒന്ന് ബോഡിയും മൈൻഡും ഒക്കെ ഒന്ന് റിലാക്സ് ആവുന്നവരെ വെയിറ്റ് ചെയ്യും. നമ്മുടെ ബോഡി നമ്മൾ ഭയങ്കര റിലാക്സേഷനിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ മസിൽസ് ഒക്കെ ഇങ്ങനെ അയഞ്ഞ് ഒരു നമ്മൾ മറ്റേ വെയിറ്റ്ലെസ് ആയിട്ടൊരു പൂമ്പാറ്റിയെ പോലെ ഇങ്ങനെ പാറി നടക്കുമല്ലോ, ആ ഒരു സിറ്റുവേഷൻ വരെ ഞാൻ ഇങ്ങനെ ബ്രീത്തിനൊക്കെ ചെയ്ത് സൂപ്പർ കൂൾ ആൻഡ് റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാല് ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യാന്ന് വെച്ചാല് ഞാൻ ഇമാജിൻ ചെയ്യാനുള്ള കാര്യങ്ങള് എന്റെ സ്ട്രെസ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ. ഇപ്പൊ സ്ട്രെസ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചോ, അപ്പൊ നമ്മുടെ കൂടെ വേറെ കൊച്ചുങ്ങളുണ്ടാവും. അവരെയൊക്കെ അവര് കുറെ ചിലപ്പോൾ ചെയ്യുന്നവരായിരിക്കും, നമുക്ക് അത്രയും സ്പീഡ് കാണത്തില്ല. ഇപ്പോ ചെന്ന ഉടനെ അത് കണ്ട് പാനിക് ആവരുത്, അത് കണ്ട് പേടിക്കരുത്. അത് നമുക്ക് പറ്റും. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യും, നിന്നെ കൊണ്ട് പറ്റും, നിനക്ക് അത്ര സ്ട്രെസ് അധികം എടുക്കേണ്ട ആവശ്യമില്ല, നീ പതുക്കെ ചെയ്ത് പഠിച്ചാൽ മതി, യു ആർ എ ബിഗിനർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ ഇങ്ങനെ പുകഴ്ത്തും. നീ ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. നമ്മളെ വേറൊരാൾ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടി സുഖമാണ് നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാനിങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യും, പറ്റും, നിനക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യും. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇപ്പൊ ഫ്യൂച്ചറിൽ ഞാനിപ്പം നമ്മുടെ യൂട്യൂബ് വെച്ച് പറയാം, എന്റെ ചാനലിൽ കുറെ സബ്സ്ക്രൈബേഴ്സ് ആയി, മോണിറ്റൈസ്ഡ് ആയിട്ട് ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എന്നെ കുറെ പേര് തിരിച്ചറിയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യും. പിന്നെ ഞാൻ തന്നെ എന്നോട് പറയും, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാനും സക്സസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയും. പിന്നെ നീ ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ എന്നോട് തന്നെ പറയും, എടാ നീ ഇതൊക്കെ ചെയ്യണം, നിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരി നീ തന്നെ ആയിരിക്കണം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയും. അപ്പൊ തന്നെ ഒരു 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 വേറൊരു രീതിയാട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ കുക്കറിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതൊക്കെ ഇമാജിൻ ചെയ്ത് പിന്നെ നമ്മൾ ഇമാജിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര വെയിറ്റ്ലെസ് ആയിട്ടൊരു സ്റ്റേറ്റ് വരും, നല്ല സുഖമാണത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം പ്രാർത്ഥിക്കും എന്ന് വെച്ചാൽ ഞാൻ ഒരു പെർട്ടിക്കുലർ ദൈവത്തെ നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു പോസിറ്റിവിറ്റിയിൽ വിശ്വസിക്കുന്ന ആളാണ്. നമ്മൾ പറയും ഒരു നെഗറ്റിവിറ്റി ഉണ്ട്, അപ്പൊ അതിന് ഓപ്പോസിറ്റ് എന്തോ ഉണ്ടായിരിക്കും, ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ ഞങ്ങളുടെ ആ പോസിറ്റിവിറ്റി ചിലർക്ക് ശിവനാവാം, ചിലർക്ക് വേറൊരു ദൈവം, ചിലപ്പോൾ യേശു ആവാം, അങ്ങനെ എന്തോ ആവാം. അപ്പൊ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ചു നേരം പ്രാർത്ഥിക്കും. അപ്പോഴത്തേക്ക് പിന്നെ ഒരു ഭയങ്കര ഒരു സുഖമാണ് കേട്ടോ. എന്തോ കാര്യങ്ങള് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ സൂപ്പർ കൂൾ. ഓക്കെ. പിന്നെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താണെന്നറിയത്തില്ല, എവിടുന്നോ പ്രത്യേകതരം ഒരു എന്താ ഒരു ഇലക്ട്രിസിറ്റിയാണ് നമ്മുടെ ബോഡിയിലൂടെ പാസ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും.
ഓക്കെ. പിന്നെ നമുക്ക് ആ ഡേയില് ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ചെയ്ത് ഒന്നും നമ്മളെ അഫക്ട് ചെയ്യത്തില്ല. കാരണം നമ്മൾ രാവിലെ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് ഇന്ന് അങ്ങനെ ചിലപ്പോൾ നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും. ചിലപ്പോൾ അങ്ങനെ ഒരു മോശം കാര്യം നമുക്കുണ്ടാവാം. സോ നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞേക്കും. അതുകൊണ്ട് പിന്നെ അന്ന് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് വലിയ കുലുക്കമൊന്നും ഉണ്ടാകത്തില്ല. ഇത് നിങ്ങൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരാളായിട്ട് മാറും. ഓക്കെ. ഭയങ്കര കൂൾ കാം, അങ്ങനെ ഒരു വെറൈറ്റി എന്നല്ല, നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവും. ഓക്കെ. ഇതൊക്കെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ എന്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് മെഡിറ്റേറ്റ് ചെയ്യാനാണ്. ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെ കാണിക്കുന്നില്ല, ഞാൻ എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബാക്കി വഴിയേ ചെയ്യാം. ചിലപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിരിക്കും കേട്ടോ. വേറെ ഒന്നുമില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട്, ഇതാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. വേറെ ബാക്ക്ഗ്രൗണ്ടിനെക്കാട്ടി നല്ലത് എനിക്ക് ഇതായിട്ട് തോന്നി. അപ്പം ബാക്കി വഴിയെ കാണാം. എല്ലാവർക്കും ചേറ്റാം. പോവരുത്, നമുക്കിനി അടുത്ത ഇങ്ങനെ വഴിയെ വീഡിയോ. ഇതിന്റെ ബാലൻസ് നമ്മൾ ഇന്നത്തെ ഡേ ഇൻ ലൈഫ് ആണല്ലോ, പ്രത്യേകിച്ചൊന്നും കാണിക്കാൻ കാണത്തില്ല. രാവിലെ വന്നിരിക്കുമ്പോൾ ഈ പക്ഷികളൊക്കെ ഇങ്ങനെ കരയും. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അത് ഭയങ്കര സുഖം കേട്ടോ. ഞാനിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാച്ചുറലി ഉള്ള സൗണ്ടുകൾ കേൾക്കും. കണ്ണടച്ചിരുന്നിട്ട് ആദ്യം ഏറ്റവും ദൂരെയുള്ള സൗണ്ടുകൾ ഇങ്ങനെ ലിസൺ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ അടുത്തടുത്തുള്ള അപ്പൊ ഇങ്ങനെ ഭയങ്കരമായിട്ട് പല വെറൈറ്റീസ് ഓഫ് പക്ഷികളുടെ ഒക്കെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. അതൊക്കെ ഒരു വേറൊരു ഫീലാണ് കേട്ടോ. നിങ്ങള് പറ്റുമെങ്കിൽ രാവിലെ, പിന്നെ വീട്ടമ്മമാർക്കും അവർക്കും ഒക്കെ പാടായിരിക്കും രാവിലെ ജോലിയൊക്കെ ചെയ്യുന്നോണ്ടും പിള്ളേരെ സ്കൂളിലൊക്കെ പറഞ്ഞയക്കുന്നത്. എന്നാലും നമുക്ക് വേണ്ടി നമ്മളൊരു 10 മിനിറ്റെങ്കിലും സ്പെൻഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുറെ കഴിയുമ്പോൾ റിഗ്രറ്റ് അടിക്കും, അയ്യോ ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ. അപ്പം നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഞാൻ ഇപ്പൊ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തിട്ട് വരാം. അപ്പൊ പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി താണ്ട ഈ ഒരു ക്രീം, ഇത് മോയിസ്ചറൈസർ ആണ് കേട്ടോ, അക്വാ സോഫ്റ്റിന്റെ. അപ്പൊ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാ. പണ്ട് എനിക്ക് കോളേജിൽ നിന്ന് ടൂർ പോയപ്പം സൺബേൺ അടിച്ചായിരുന്നു. അതിൽ പിന്നെ കുറച്ച് വെയിലടിച്ചാൽ പോലും അപ്പോഴേ ചൊറിച്ചിൽ തുടങ്ങും. അപ്പം അതിനാണ് ഈ ഡോക്ടർ പറഞ്ഞ ഈ ഒരു മോയിസ്ചറൈസർ ആണ് ഇത് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് പോയാൽ കഴിഞ്ഞ്. പിന്നെ ഇനി ഫുഡ് പാക്ക് ചെയ്യണം, പോണം, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.